ഡോക്ടർ എന്തു പറയുമോ എന്തോ, എനിക്ക് പേടിയാവണം. അത് കൊള്ളാം. ഓടിച്ചാടി നടക്കാൻ തുടങ്ങിയപ്പോഴാണ് പേടി. ഹലോ, ഗുഡ് ഈവനിങ് ഡോക്ടർ. ഗുഡ് ഈവനിങ്. സിന്ധു, നിനക്ക് ഇപ്പോ ഒരു അസുഖമില്ല. താങ്ക് യു ഡോക്ടർ. അപ്പൊ ഞാൻ വരട്ടെ. ഓക്കെ ഡോക്ടർ. എനിക്ക് സുഖമായി. ഇനിയും ഡോക്ടർ അനുവാദം തന്നിട്ടില്ലെന്ന് പറയരുത്. സുഖമായാലും കുറച്ച് ദിവസത്തെ വിശ്രമം കൂടി വേണം. ഡോക്ടർ, ഡോക്ടർ. എന്താ സിന്ധു? എനിക്കൊരു ചെറിയ ഉപകാരം ചെയ്യാമോ? എന്താ, പറയൂ. പിന്നെ പിന്നെ നാണിക്കാതെ പറയൂ. എനിക്ക് സുഖമായെന്ന് അദ്ദേഹത്തോടൊന്ന് പറയൂ. ഞാൻ ഇപ്പോഴല്ലേ പറഞ്ഞത്? അങ്ങനെയില്ല ഡോക്ടർ, എനിക്ക് ഒരസുഖമില്ലെന്ന് പറയൂ. ഓ, അതോ. മിസ്റ്റർ ബാബു, നിങ്ങൾ ഭാര്യയും ഭർത്താവും നല്ല സ്നേഹമായി കഴിയണം. മനസ്സിലായോ? മതിയോ? സതി, ഇപ്പോ എങ്ങനെയുണ്ട് എന്റെ ബെഡ്റൂം? നിനക്ക് എന്തു പറ്റി? ഒന്നുമില്ല. എങ്കിൽ പറയൂ, എങ്ങനെ എന്റെ ബെഡ്റൂം? ഭംഗിയായിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ബാബു എത്ര നല്ല മനുഷ്യനാണ്, അല്ല സതി? അതെ, സത്യത്തിൽ ബാബു എനിക്ക് വേണ്ടി ഒരു ത്യാഗം ചെയ്യുകയായിരുന്നു. ബാബു എന്നെ വിവാഹം ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്കൊരിക്കലും സുഖമാകുമായിരുന്നില്ല. നിങ്ങളെല്ലാവരും ഞാൻ ജീവിക്കുമെന്ന് പറഞ്ഞപ്പോഴും മരിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. എനിക്ക് വിവാഹം കഴിഞ്ഞപ്പോൾ ജീവിക്കണമെന്നും തോന്നി. എനിക്ക് ഈ ജീവിതം തന്നത് ബാബുവാണ്. ഞാൻ ഭാഗ്യവതിയാണ്, ഇല്ല സതി? സതി എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ പറയുന്നത് ശരിയല്ലേ? ശരിയാണ് സിന്ധു. ബാബുവിനെ പോലെ നല്ലൊരു ഭർത്താവിനെ കിട്ടിയത് നിന്റെ ഭാഗ്യമാണ്. ഇങ്ങനെയൊരു ഭാഗ്യം വളരെ കുറച്ചു പേർക്കേ കിട്ടാറുള്ളൂ. ഇതിനെല്ലാം കാരണക്കാരി നീയാണ് സതി. മരിക്കാൻ കിടന്ന എന്നെ നീ ജീവിപ്പിച്ചു. എനിക്ക് വിവാഹം ആലോചിച്ചതും ബാബുവിനെ കൊണ്ട് സമ്മതിപ്പിച്ചതും നീയല്ലേ? അത് ഞാൻ ഒരിക്കലും മറക്കില്ല സതി. അദ്ദേഹത്തിന് എന്നെ ജീവനേക്കാൾ ഇഷ്ടമാണ്. സ്നേഹത്തെക്കാൾ വലുതായി ഈ ലോകത്തൊന്നുമില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. ചിലരത് മനസ്സിലാക്കാൻ വൈകിപ്പോകുന്നു സിന്ധു. അത്യാഗ്രഹം കൊണ്ട് സ്നേഹത്തിന്റെ വില മനസ്സിലാക്കാത്ത പലർക്കും ജീവിതം തന്നെ നഷ്ടപ്പെടുന്നു. അങ്ങനെ പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ എന്തിനിപ്പോ ഇതൊക്കെ പറയുന്നു? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് നാളായില്ലേ? ഇന്നാണ് ഞങ്ങളുടെ ആദ്യ രാത്രി. നിങ്ങൾ ഇന്ന് സന്തോഷത്തോടെ ജീവിക്കൂ. സതി, എന്തിനാണ് കരയുന്നത്? നിനക്കിങ്ങനെ ഒരു ജീവിതം ഉണ്ടാക്കി തരാൻ സാധിച്ച സന്തോഷം കൊണ്ട്. ഞാൻ വരട്ടെ സിന്ധു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സിന്ധു, സിന്ധു. അയ്യോ, വിടൂ.
ഡോക്ടർ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ? എന്താണ് പറഞ്ഞത്? എന്റെ അസുഖമൊക്കെ മാറിയെന്ന് പറഞ്ഞില്ലേ? അതോ ഡോക്ടർ അനുവാദം തന്നിട്ടില്ലെന്നും പറഞ്ഞ് ഇന്ന് പുസ്തകം വായിച്ചുകൊണ്ട് മാറിയിരുന്നാൽ എനിക്ക് ദേഷ്യം വരും. ഡോക്ടർ അനുവാദം തന്നിട്ടുണ്ട്, പക്ഷേ നിന്റെ ക്ഷീണം മാറിയിട്ടില്ല. ക്ഷീണമോ? എനിക്കോ? നിങ്ങളോട് ആര് പറഞ്ഞു? ആരെങ്കിലും പറയണമോ? ശരീരം കണ്ടാൽ അറിഞ്ഞൂടെ? ഒരാഴ്ച കൂടി റെസ്റ്റ് എടുക്കും. ഇനി ഇതൊന്നും പറയണ്ട. നിങ്ങളെക്കാൾ ആരോഗ്യമുണ്ട് എനിക്ക്. എന്നെക്കാളോ? അതെ, തെളിയിക്കട്ടെ. ഏയ് 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 വിടൂ വിടൂ. മിസ്റ്റർ മേനൻ, സിന്ധുവിന് നല്ലവണ്ണം സുഖമായി. ഇനി സതിയുടെ ആവശ്യം ഇവിടെ ഇല്ല. അവൾ അയച്ചേക്കാം. സതി, നാളെ മുതൽ നീ നഴ്സിംഗ് ഹോമിൽ വന്നേക്ക്. ഡോക്ടർ എന്താ ഇങ്ങനെ പറയുന്നത്? സതിയെ അങ്ങനെ അയച്ചാൽ മതിയോ? ഒരു നല്ല ദിവസം നോക്കി ചെയ്യേണ്ടതൊക്കെ ചെയ്ത് ഞാൻ അവളെ അയച്ചോളാം. വേണ്ടച്ചാ, സതിയെ പറഞ്ഞേക്കണ്ട. കേട്ടോ? നീ എന്തായി പറയുന്നത് സിന്ധു? അവളിനി എത്രയോ ജീവനെ രക്ഷിക്കാനുണ്ട്. അവളുടെ സഹായം ഇനി നിനക്ക് ആവശ്യമില്ല. കൃഷ്ണ, ചായ കൊണ്ടുവരൂ. പിന്നെ സിന്ധു, മിസ്റ്റർ ബാബു എങ്ങനെയുണ്ട്? സുഖം തന്നെ അല്ലേ? കരയാതെ സ്ഥിതി. എന്റെ ജീവിതം അവസാനിച്ചു ബാബു. അങ്ങനെ കരുതരുത്. നമ്മൾ സ്നേഹിച്ചു, ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു. നിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റി. അതുകൊണ്ട് ജീവിതം അവസാനിച്ചു എന്ന് കരുതുന്നത് ശരിയല്ല. ബാബു എനിക്ക് നഷ്ടപ്പെട്ടപ്പോൾ എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. ഞാനിനി എന്തിനു ജീവിക്കണം? സതി ജീവിക്കണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം പറയും. ഇനി ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ബാബു. എനിക്ക് വേണ്ടി കരയാൻ പോലും ഞാൻ മാത്രമേ ഉള്ളൂ. സ്നേഹം ഒരു ലാഭക്കച്ചവടമായി ഞാൻ കരുതി. അതിന്റെ ശിക്ഷ എനിക്ക് കിട്ടി. എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ ജീവിതമാണ്. കഴിഞ്ഞതെല്ലാം മറക്കൂ സതി. വിധി കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നതെങ്കിൽ മറക്കാൻ ശ്രമിക്കുമായിരുന്നു. ഞാൻ ഒരുപാട് ആശിച്ചു. കാറ്, ബംഗ്ലാവ്, അതോടൊപ്പം ബാബുവിനെയും. സ്നേഹത്തിന്റെ വില ഞാൻ മനസ്സിലാക്കാൻ വൈകിപ്പോയി. ലോകത്തൊരു സ്ത്രീയും ചെയ്യാത്തതാണ് ഞാൻ ചെയ്തത് ബാബു. ഇതിന്റെ അവസാനം ഇങ്ങനെയായിരിക്കുമെന്ന് ഞാൻ അന്നേ പറഞ്ഞു. നീ കേട്ടില്ല. നീ നിർബന്ധിച്ചു. ഞാൻ അനുസരിച്ചു. എന്റെ സ്വാർത്ഥത ത്യാഗമാണെന്ന് പറഞ്ഞ് ഞാൻ ബാബുവിനെ പോലും വഞ്ചിച്ചു. സതി, ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് നിനക്കറിയാം. ഇനിയിപ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ. നമ്മൾ രണ്ടുപേരും രണ്ടു വഴിക്ക് സഞ്ചരിക്കുക. നീ മറ്റാരെങ്കിലും വിവാഹം ചെയ്യൂ. ഇല്ല ബാബു, ഇല്ല. ഈ ജീവിതത്തിൽ മറ്റൊരാളെ എനിക്കത് ഓർക്കാൻ കൂടി വയ്യ. സതി, നമ്മൾ ആഗ്രഹിച്ചത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടണം. നീ എന്നെ വിട്ട് പിരിയുന്നതിൽ എനിക്ക് വേദനയുണ്ട്. നീ ഇവിടുന്ന് പോവുകയാണെങ്കിലും എന്നും നിനക്കിവിടെ വരാം. ഇത് നിന്റെ വീടാണ്. എന്നെ നീ നിന്റെ സ്വന്തം സഹോദരിയെ പോലെ കരുതണം. ഇതാ. ഇതെന്തിനാണ് സിന്ധു? എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം മാത്രം മതി. അങ്ങനെ പറയാതെ മോളെ, ഞങ്ങളുടെ തൃപ്തിക്ക് വേണ്ടിയെങ്കിലും നീ ഇത് സ്വീകരിക്കണം. പ്ലീസ്. ഞാൻ പോയിട്ട് വരാം സിന്ധു. ഞാൻ പോകുന്നു അങ്കിൾ. വരാം.